നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് വട്ടപൂജ്യത്തിലാണോ? കയ്യിലൊന്നുമില്ല, കൂടെ ആരുമില്ല, എന്ത് ചെയ്തിട്ടും ജീവിതം ഒരു പരാജയമാണല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ജ്യോതിഷത്തിൽ ചില പ്രത്യേക നക്ഷത്രക്കാരുണ്ട്. അവർ ജനിച്ചത് തന്നെ ഒരുപാട് കഷ്ടപ്പെടാനായിരിക്കും. ജീവിതത്തിൻ്റെ പകുതിയും അവർ ദുരിതത്തിലായിരിക്കും. എന്നാൽ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ അവർ എത്ര താഴെയാണോ വീണത് അതിൻ്റെ 100 ഇരട്ടി വേഗത്തിൽ മുകളിലേക്ക് കുതിച്ചുയരും. അതെ, ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ചാരത്തിൽ നിന്നും പറന്നുയരുന്നവരാണ് ഇവർ. വട്ടപൂജ്യത്തിൽ തുടങ്ങി കോടീശ്വര യോഗത്തിലെത്തുന്ന ആ 7 ഭാഗ്യനക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഈ നക്ഷത്ര ജാതകർക്ക് ഇന്ന് വൃശ്ചികം 1 മുതൽ മഹാഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ്. ആ ഭാഗ്യനക്ഷത്ര ജാതകർ ഏതൊക്കെ ക്ഷേത്രത്തിൽ പോകണം, ആ 7 നക്ഷത്ര ജാതകർ ഏതൊക്കെ ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ മുത്തുമാരി അമ്മയ്ക്ക് പ്രത്യേക പൂജ ചെയ്യുന്നുണ്ട്. നാളെ ചൊവ്വാഴ്ചയാണ്. നാളത്തെ ദിവസം പ്രത്യേക പൂജയാണ്. ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അപ്പോൾ നമുക്കറിയാം ആ 7 ഭാഗ്യനക്ഷത്ര ജാതകർ ആരെല്ലാമാണ് എന്ന്. അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഞാൻ പറഞ്ഞുവല്ലോ, വട്ടപൂജ്യത്തിൽ നിന്നും കോടീശ്വര യോഗത്തിലേക്ക് എത്തുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരെന്ന്. ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം ആരാണെന്നറിയാമോ? ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച, ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ നീങ്ങിയ ഒരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, പൂയം നക്ഷത്രം തന്നെയാണ്. പൂയം നക്ഷത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ശനിദേവൻ്റെ സ്വന്തം നക്ഷത്രമാണ് പൂയം. അതുകൊണ്ട് തന്നെ 30-35 വയസ്സുവരെ ജീവിതത്തിൽ കഠിനമായ പല പരീക്ഷണങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും കാലതാമസം ഉണ്ടാകും. എന്നാൽ ഇവർക്ക് ഒരു വലിയ നേട്ടം, വലിയൊരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. പക്ഷേ ശനി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. പൂയം നക്ഷത്രക്കാരെ കഷ്ടപ്പെടുത്തുന്നത് അവരെ ഒരുക്കിയെടുക്കാനാണ്. ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ ശനിദേവൻ ഇവർക്ക് വാരിക്കോരി കൊടുക്കും. ഇവരുടെ ക്ഷമയും കഠിനാധ്വാനവുമാണ് ഇവരുടെ വിജയം. ഇവർ പടുത്തുയർത്തുന്നത് ഒരു സാമ്രാജ്യമായിരിക്കും. ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും. ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് കിട്ടും. ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പൂയം നക്ഷത്ര ജാതകർ എത്തിയിരിക്കും. ഇവർ പ്രാർത്ഥിക്കേണ്ട ദേവത ശാസ്താവിനെയും ഗുരുവായൂരപ്പനെയുമാണ്. അതായത് ശനിദോഷം കുറയ്ക്കാൻ ശാസ്താവിനെ പ്രാർത്ഥിക്കുക, വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിന് ഗുരുവായൂരപ്പനെ ഭജിക്കുക, ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അതൊക്കെ പൂയം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും. നമുക്കറിയാം രണ്ടാമത്തെ നക്ഷത്രം ആരാണെന്ന്. അത് മറ്റാരുമല്ല, അനിഴം നക്ഷത്രമാണ്. ശനിയുടെ സ്വാധീനമുള്ള ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. ജീവിതത്തിൽ ഒരുപാട് ചതി, ഒരുപാട് വഞ്ചനകൾ, ഒറ്റപ്പെടൽ ഇതൊക്കെ അനുഭവിച്ചവരായിരിക്കും ഇവർ. ആർക്കെന്ത് ചെയ്താലും അവിടെ നിന്നൊക്കെ തിരിച്ചടി ഇവർക്കുണ്ടായിട്ടുണ്ടാകും. പലപ്പോഴും വട്ടപൂജ്യത്തിൽ നിന്നും വീണ്ടും തുടങ്ങേണ്ടി വരും ഈ നക്ഷത്ര ജാതകർക്ക്. എന്നാൽ ഇവരുടെ നിശ്ചയദാർഢ്യം അത്ഭുതകരമാണ്. എത്ര വീണാലും ഇവർ എഴുന്നേൽക്കും. 36 വയസ്സ് കഴിയുന്നതോടെ ഇവരുടെ തലവര മാറും. ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് ഇവർ കോടീശ്വര യോഗത്തിലേക്കെത്തും. ഇന്ന് വൃശ്ചികം 1. ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ശനിദോഷങ്ങളും എല്ലാ ശത്രുദോഷങ്ങളും ഹനുമാൻ സ്വാമി മാറ്റിത്തരും. 3ാമത്തെ നക്ഷത്രം നമുക്കൊക്കെ പ്രിയപ്പെട്ട, ഒരുപാട് സ്നേഹിക്കുന്ന, എല്ലാവരുമായി ഇണങ്ങി നിൽക്കുന്ന, എന്നാൽ ചതി ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, തിരുവാതിര നക്ഷത്രമാണ്.
രാഹുവിൻ്റെ നക്ഷത്രമാണ് തിരുവാതിര. കണ്ണീരിൻ്റെ നക്ഷത്രമെന്നാണ് ഇതിനെ പറയുക. ജീവിതത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റ്, ഒരു വലിയ വീഴ്ച ഇവർക്കുറപ്പാണ്. എല്ലാം നഷ്ടപ്പെട്ട് വട്ടപൂജ്യമാകുന്ന ഒരു നിമിഷം വരും. എന്നാൽ രാഹുവിൻ്റെ പ്രത്യേകത എങ്ങനെ താഴേക്ക് കൊണ്ടുവന്നോ അതിലും വേഗത്തിൽ മുകളിലേക്ക് കൊണ്ടുപോകും. ആ വീഴ്ചയിൽ നിന്ന് ഇവർ പഠിക്കുന്ന പാഠം ഇവരെ അത്ഭുതകരമായ രീതിയിൽ ഉയർത്തും. ഇവരുടെ ഉയർച്ച പെട്ടെന്നായിരിക്കും. പ്രാർത്ഥിക്കേണ്ട ദേവതയുണ്ട്. ഭദ്രകാളി ദേവിയെ അല്ലെങ്കിൽ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുക. ഇതിവർക്ക് ഇരട്ടി ഫലം തരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും. ഇതൊരു പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിക്കുക. കൂടുതൽ വിവരങ്ങൾ വാട്സാപ്പിലൂടെ പറയും. 4ാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. കേതുവിൻ്റെ നക്ഷത്രമാണ് മകം. രാജകീയ നക്ഷത്രമാണിത്. എന്നാൽ പലപ്പോഴും പൂർവികരുടെ ദോഷങ്ങൾ കാരണം ഇവർക്ക് വട്ടപൂജ്യത്തിൽ നിന്നും തുടങ്ങേണ്ടി വരും. പക്ഷേ ഇവർ ജനിച്ചത് തന്നെ രാജാവാകാൻ വേണ്ടിയാണ്. എത്ര വലിയ കുഴിയിൽ വീണാലും അവിടെ നിന്നും ഒരു സിംഹത്തെപ്പോലെ ഇവർ എഴുന്നേറ്റ് വരും. പദവിയും സമ്പത്തും അധികാരവും ഇവരെ തേടി വരും. എല്ലാ തടസ്സങ്ങളും മാറ്റുന്ന ഗണപതി ഭഗവാനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. മകം നക്ഷത്ര ജാതകർക്ക് കർമ്മരംഗത്ത് ഉയർച്ചയും ഭാഗ്യപുഷ്ടിയും സാമ്പത്തിക ലാഭവും അനുഭവപ്പെടും. ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടാൻ പരിശ്രമിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം വിജയിക്കും. സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരും. എന്തുകൊണ്ടും മകം നക്ഷത്ര ജാതകർക്ക് ഇനി വലിയ നേട്ടവും വലിയ ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ്. കേതുവിൻ്റെ മറ്റൊരു നക്ഷത്രമാണ് മൂലം. എന്നാൽ മൂലം എന്നാൽ വേര് എന്നാണ് അർത്ഥം. ജീവിതത്തിൻ്റെ അടിത്തട്ട് വരെ ഇവർ പോകും. ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഇവർ നേരിടും. എന്നാൽ ആ പ്രതിസന്ധികളിൽ നിന്നാണ് ഇവരുടെ ശക്തി തുടങ്ങുന്നത്. ഇവർ ചെയ്യുന്ന ഏത് കാര്യത്തിലും ആഴത്തിലുള്ള അറിവുണ്ടാകും. ആ അറിവ് ഇവരെ സമ്പത്തിലേക്ക് നയിക്കും. ഇവരുടെ ഉയർച്ച വളരെ ശക്തമായിരിക്കും. ഗണപതി ഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും. അപ്രതീക്ഷിതമായ തൊഴിലവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. സാമ്പത്തിക പുഷ്ടി, കീർത്തി, പദവി എന്നിവ വന്നു ചേരും. വിദേശത്ത് പോകാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള യോഗം വന്നു ചേരും. വസ്തു, വീട്, വാഹനം വാങ്ങാനുള്ള യോഗം വന്നു ചേരും. മാതാവിന് ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. കടബാധ്യതകൾ പരിഹരിക്കപ്പെടും. അങ്ങനെ എല്ലാ രീതിയിലും ഇവർക്ക് ഉയർച്ചയുടെ സമയമാണ്. സാമ്പത്തിക ഭദ്രത നേടിയെടുക്കും. അടുത്ത നക്ഷത്രം ചോതിയാണ്. രാഹുവിൻ്റെ നക്ഷത്രമാണ് ചോതി. ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞവരായിരിക്കും ഇവർ. പല വഴിയും പരാജയപ്പെട്ടിരിക്കും. എന്നാൽ ഇവരുടെ തലയിൽ ബിസിനസ്സാണ്. കച്ചവടം ചെയ്യാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. 30 വയസ്സിന് ശേഷം ശരിയായ വഴി കണ്ടെത്തിയാൽ ഇവരുടെ വളർച്ച പെട്ടെന്നായിരിക്കും. പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇവർക്ക് നന്നായി അറിയാം. ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും. കഷ്ടതകൾ മാറി നല്ല ഒരു കാലം വന്നു ചേരുന്ന സമയമാണ്. ആരോഗ്യം മെച്ചമാകും. സൗന്ദര്യം വർദ്ധിക്കും. ബാങ്കിൽ നല്ല ഡെപ്പോസിറ്റ് വന്നു ചേരും. മോഹങ്ങളൊക്കെ പോണിയും. പല വഴികളിലൂടെ പണം വന്നു ചേരും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. 7ാമത്തെ നക്ഷത്രം ഉത്രാടമാണ്. സൂര്യൻ്റെ നക്ഷത്രമാണ്. ഇവർക്ക് വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ അത് തുടങ്ങാൻ കയ്യിലൊന്നും ഉണ്ടാകില്ല. അതായത് വട്ടപൂജ്യമായിരിക്കും. എന്നാൽ ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് ഇവർ നേടിയെടുക്കും. എനിക്ക് ഇത് വേണം എന്നിവർ തീരുമാനിച്ചാൽ അത് സ്വന്തമാക്കിയിട്ടേ ഇവർ അടങ്ങൂ. ഇവർ പടുത്തുയർത്തുന്ന സാമ്രാജ്യം ഒരിക്കലും തകരില്ല. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സൗഭാഗ്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. ഇവർ വീട്ടിലുണ്ടോ ധനവളർച്ച ഉണ്ടാകും. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ തേടിവരും. ആത്മപ്രശംസ കുറയ്ക്കുക. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. തീർച്ചയായും വലിയൊരു ഉയർച്ചയാണ് ഉത്രാട നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളുടെ അധിപനായ സൂര്യദേവനെയും ആദിത്യനായ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ 7 നക്ഷത്ര ജാതകർ, വൃശ്ചികം 1 മുതൽ കോടീശ്വര യോഗത്തിലെത്തുന്ന ഈ നക്ഷത്ര ജാതകർ, നിങ്ങൾ ഇപ്പോൾ വട്ടപൂജ്യത്തിലാണെങ്കിൽ വിഷമിക്കരുത്. നിങ്ങൾ കോടീശ്വര യോഗത്തിലേക്ക് നടന്നു തുടങ്ങുകയാണ്.
ഇനി നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം അനുഭവിച്ചവർക്കാണ് ഏറ്റവും വലിയ വിജയം നേടാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനവും ഈശ്വരനോടുള്ള വിശ്വാസവും ഒരുമിച്ച് തേരുമ്പോൾ നിങ്ങളുടെ തലവരയും മാറും. എല്ലാ തടസ്സങ്ങളും മാറ്റുന്ന ഗണപതി ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. എല്ലാ ഐശ്വര്യം തരുന്ന മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചോളൂ. നിങ്ങൾ വിജയിക്കും, ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രതീക്ഷയെങ്കിലും തന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. നാളത്തെ പൂജയിൽ ഞാൻ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഈ നല്ല വാക്കുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക. വലിയൊരു ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണം അയ്യപ്പ.